ശ്രദ്ധാസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ. കൂട്ടുകാരി എന്ന് പറയാൻ പറ്റില്ല, ഡിയറസ്റ്റ് ഫ്രണ്ട്, അവളുടെ ബർത്ത്ഡേ. അപ്പൊ ഞാൻ വിചാരിച്ചു അവൾക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് കൊടുക്കണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്കൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാന്ന്. അപ്പം ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ കയറി ഞങ്ങളുടെ ചെറുപുഴ ടൗണിൽ തന്നെയുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ ഞാൻ കയറി പോവാട്ടോ. അങ്ങനെ കയറി ഞാൻ ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിലെത്തി. അങ്ങനെ കയറിപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് കൊടുക്കും. അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾക്കൊരു ക്രോപ്പ് ടോപ്പ് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം എന്നെ പരിചയമുള്ള ആൾക്കാരാ കേട്ടോ കടയിലുള്ളത് മുഴുവനും. അപ്പോൾ അവിടെ പോയ വഴിക്ക് എന്നോട് ആ ചേട്ടൻ അവിടെ ഒരു മാനേജറുണ്ട്. ആ ചേട്ടനോട് ചോദിച്ചു, കണ്ണൊന്നും കാണത്തില്ലല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ആ ചേട്ടനെ കണ്ട് മിണ്ടിയില്ലേ. അപ്പൊ ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കാം, കണ്ണൊന്നും കാണത്തില്ലല്ലേ? ഞാൻ പറഞ്ഞ ആ വെയിലത്ത് നിന്ന് കയറി വന്നോണ്ട് കണ്ണൊന്നും കാണത്തില്ല പറഞ്ഞു. ഞാനും ഒന്ന് തമാശ പറഞ്ഞു കേട്ടോ. അങ്ങനെ കയറി ചെന്നു. ഞാൻ സ്ഥിരം ഡ്രസ്സ് മേടിക്കുന്ന കടയാ. അപ്പം എല്ലാരും തന്നെ പരിചയമുള്ളവരാ കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല കളക്ഷൻ ഉണ്ട്. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലാ കേട്ടോ. ലേഡീസ് ഐറ്റംസ് എല്ലായിടത്തും തന്നെ ഉണ്ട്. എന്നാലും ക്രോപ്പ് ടോപ്പ്, ടോപ്സുകള്, കുർത്തീസുകള് എല്ലാം ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പൊ ഞാൻ കയറിപ്പോ ഭയങ്കര ചൂടാട്ടോ. ചൂടത്തുനിന്ന് കയറി ഞാൻ വേർത്ത് കുളിച്ചാ കയറി ചെല്ലുന്ന സെക്കൻഡ് ഫ്ലോറിൽ നല്ല AC. അങ്ങനെ AC-ക്കുള്ളിലോട്ട് കയറി. എന്തൊരാശ്വാസം ഞാൻ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. വെയിലത്തുനിന്ന് AC-യിലോട്ട് കയറിയപ്പോ നല്ല സമാധാനം. അങ്ങനെ കയറി ചെന്നതേ എൻ്റെ അയൽവക്കത്തെ ഒരു ചേച്ചിയുണ്ട് അവിടെ. ചേച്ചി എന്നെ കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ചേച്ചിക്ക് മനസ്സിലായില്ല. അയ്യോ, അന്നേരം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഓടി മാറി. അയ്യോ, നീ എൻ്റെ വീഡിയോ ഇട്ടേക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ അവൾക്ക് എടുത്തു കൊടുക്കും. ക്രോപ്പ് ടോപ്പ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ക്രോപ്പ് ടോപ്പിന് ഇറക്കം കുറവുമാണ്. അപ്പൊ അവൾക്ക് ഇറക്കമുള്ള ക്രോപ്പ് ടോപ്പാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ എന്തെടുക്കണം എന്ന് ഓരോന്ന് ഇങ്ങനെ മാറി അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തെടുക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്നെ അറിയുന്നവരാട്ടോ കൂടുതലും. ഞാൻ അങ്ങനെ ഓരോ ഡ്രസ്സ് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുക. ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ത് ഡ്രസ്സ് ഏത് സൈസ് എടുക്കും. പിന്നെ അവിടെ എത്തിയപ്പം ഡ്രസ്സിന്റെ നല്ല ടോപ്പുകളൊക്കെ കിടക്കുന്നുണ്ട്, ലോങ് ടോപ്പുകൾ. അപ്പൊ അതെടുത്താലോ എന്നും എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നെ അവക്ക് ക്രോപ്പ് ടോപ്പ് ഒക്കെയാ ഇഷ്ടം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു ക്രോപ്പ് ടോപ്പ് എടുത്തേക്കാം. അങ്ങനെ ഓരോന്ന് ഞാൻ സെലക്ട് ചെയ്യാം കേട്ടോ. പക്ഷെ ഇറക്കം കുറവ് കാണുമ്പോൾ ഞാൻ എല്ലാം എടുത്തു വെക്കും. പിന്നെ എല്ലാം സൈസ് ഭയങ്കര സൈസാണ്. അവള് മെലിഞ്ഞ പെൺകുട്ടിയാ. അപ്പോൾ ഞാൻ വിചാരിച്ചു മെലിഞ്ഞത് ആയതുകൊണ്ട് സൈസ് കുറഞ്ഞത് അവരോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഏതെടുക്കണം ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചെല്ലും വിചാരിക്കും ഇതെടുക്കാം, ഇവിടെ ചെല്ലും വിചാരിക്കും അതെടുക്കാം. ഇത് തന്നെ പരിപാടി. അങ്ങനെ നോക്കി എനിക്ക് കുറേ ടോപ്പുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. വേറെല്ലാം വണ്ണ കൂടുതലും ഇറക്കക്കുറവൊക്കെ ആവുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ മിക്ക ടോപ്പുകളും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ലേഡീസിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എത്ര കണ്ടാലും നമുക്ക് മതിയാവുമല്ലോ അല്ലേ? അയ്യോ, ഇപ്പൊ ഈ ഡ്രസ്സ് എടുത്ത എൻ്റെ അമ്മ അതിന്റെ വല പോലെ ഇരിക്കുന്നു, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. പിന്നെ അവൾക്ക് പറ്റിയ ടോപ്പ് ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടോ. ഇതൊക്കെ നല്ല ടോപ്പാണ്, പക്ഷെ ഭയങ്കര വണ്ണമാണ്. അതിന്റെ ഒന്നും സൈസ് ചെറുതും ഇല്ല. ഞാൻ വലിയ വിലയുടെ ഒന്നും അല്ല കേട്ടോ കൊടുക്കുന്നത്. ഒരു എന്നെ കൊണ്ട് പറ്റുന്ന ഒരു 10-700 രൂപയിലൊക്കെ ഒതുങ്ങുന്ന ഡ്രസ്സാകട്ടെ ഞാൻ നോക്കുന്നത്. 1000-ന് താഴെ ആകട്ടെ ഞാൻ നോക്കിയത്. അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാകട്ടെ എൻ്റെ പ്ലാൻ. അവൾ അറിയുന്നേ ഇല്ല. അവൾ ഒട്ടും പ്രതീക്ഷിക്കുകയല്ല ഞാൻ അവൾക്ക് കൊടുക്കുമെന്നുള്ളത്. അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ നല്ല ഇറക്കമുണ്ട്.
അപ്പോൾ എന്തോ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറയുക എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, കളർ എനിക്ക് പിടിച്ചില്ല എന്നുള്ളത്. അന്നേരം ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറയുക, പിന്നെ നല്ല ഫീഡിങ് ടോപ്പ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു കുഞ്ഞു വാവയുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ടോപ്പ് കിട്ടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഭംഗി എന്നല്ല, അവൾക്ക് അതൊക്കെ അത്യാവശ്യം വരുന്നതല്ല, അവൾക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ. അപ്പം ഞാനിങ്ങനെ ചേച്ചി ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഇനി അതെടുത്താലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുള്ളായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഫീഡിങ് ടോപ്പ് അവരെടുക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പം ഞാൻ പിന്നെ അത് കൊണ്ടുവരുന്നവരെ അവരോട് ഇങ്ങനെ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അവരെന്നോട് ചോദിക്കുന്നുണ്ട്, നീ വണ്ണം കുറച്ച് ഡ്രസ്സ് എടുക്കുന്ന ആർക്കാന്ന് അവർ ചോദിക്കുക. അപ്പം ഞാൻ പറയാം എൻ്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫൈനലി ഞാനൊരു ടോപ്പ് കണ്ടു പിടിച്ച് കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത്. ഒരു ചിക്കു കളറുള്ളൊരു ടോപ്പാണ് ഞാൻ ലാസ്റ്റ് ഫിക്സ് ചെയ്തത്. അങ്ങനെ അതിൻ്റെ വിലയൊക്കെ ചോദിക്കുക, അത് എത്രയാന്നൊക്കെ ഉള്ളത്. നല്ലതാന്നൊക്കെ ഞാൻ അവരോട് പറയുക. അപ്പം അതിൻ്റെ വേറെ കളറുണ്ടോയെന്നും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരതിൻ്റെ ഒത്തിരി കളറ് കാണിച്ചേ. അപ്പം ഈ ഫീഡിങ് ടോപ്പൊക്കെ വരുന്നത് പെട്ടെന്ന് തീർന്നു പോകുന്നെന്ന് അവർ പറഞ്ഞേ. അപ്പം ഫൈനലി ഒരു 3-4 കളേഴ്സ് അവരുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും നല്ല കളർ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫൈനലി ആ ഒരു ടോപ്പാകട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും നോക്കുമോ ഇനി വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. എന്നിട്ട് അവരോട് പറഞ്ഞത് അവിടെ മാറ്റി വെക്ക്, ഞാൻ ഇനിയും നോക്കട്ടെ വേറെ ഉണ്ടാവോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ വീണ്ടും നോക്കുക. ഡ്രസ്സ് എത്ര നോക്കിയാലും എനിക്കാണെങ്കിൽ അധികം ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര മടിയാകട്ടോ. എനിക്കല്ലാത്തത് കൊണ്ടാകട്ടോ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഇത്ര നേരം ഒന്നും സെലക്ട് ചെയ്യുകയില്ല. 1-2 ഇച്ചിരി നേരം നോക്കും. എന്നിട്ട് ഞാൻ ആദ്യം കാണുന്നത് ഞാൻ എടുത്തിട്ട് വരും. ചിലപ്പോൾ ഒരു 5-8-10 എടുത്തിട്ടാലും ഞാൻ ഫസ്റ്റ് കാണിക്കുന്നതായിരിക്കും എടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഭയങ്കര മടിയാണ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കടക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതും എനിക്കൊരു വിഷമമാണ്. പിന്നെ അങ്ങനെ അവരെൻ്റെ അടുത്ത് എന്തൊക്കെയോ കോമഡി പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. എൻ്റെ ചാനൽസിൻ്റെ പേരും ഒക്കെ അവരെന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്തോട്ട് 7 അയൽവക്കത്തോട്ട് പോലും ആരും വരുന്നില്ല. ഞാൻ അവരോട് ഭയങ്കര വർത്താനമാണ്. ആ ടോപ്പിനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ചോദിക്കും. അപ്പോൾ അവരോട് പറയുക ഭയങ്കരമായിട്ട് ആൾക്കാർ സെയിൽ നടക്കുന്ന ടോപ്പാട്ടോ അതെന്നൊക്കെ അവരെന്നോട് പറയും. പിന്നെ ഞാനത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഓടിച്ചിട്ട് ഞാൻ വീണ്ടും നോക്കുക കേട്ടോ. അപ്പം ഞാനങ്ങനെ ടോപ്പ് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും കൂടെ ഒരെണ്ണം ഒരു ടീഷർട്ട് എടുത്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചു ക്രോപ്പ് ടോപ്പ് അല്ലാത്ത ഇറക്കമുള്ള ടീഷർട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു. എനിക്ക് ക്രോപ്പ് ടോപ്പ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇറക്കമുള്ള ഒരു ടീഷർട്ട് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഉണ്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി വിലയുടെ ഒന്നും എനിക്ക് വേണ്ട, ചെറിയ വിലയുടെ ഉണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെറിയ വിലയുടെ ക്രോപ്പ് ടോപ്പ് നോക്കാൻ വേണ്ടി പോവുക കേട്ടോ. അങ്ങനെ എനിക്ക് കണ്ടോ, ഞാൻ ഒറ്റ പ്രാവശ്യം എന്നെ അവരെടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. അത് തന്നെ ഞാൻ എടുത്തു. നോക്കിയപ്പോൾ അതിന് 400-300 സംതിങ്ങേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവരെനിക്ക് എൻ്റെ കയ്യിൽ എടുത്തു തന്നു. അതാണോ അത് അന്നേരം ഞാനത് ഫിക്സ് ആക്കി. പിന്നെ അടുത്തത് അവരൊന്നും കൂടെ എൻ്റെ കയ്യിൽ അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് തന്നു. പക്ഷെ ഞാൻ അതെടുത്തില്ല, ഞാൻ ഇത് തന്നെ എടുത്തു ആദ്യം കാണിച്ചത്. പിന്നെ അവക്കെടുത്തത് ഞാൻ ഒത്തിരി വിലയുടെ ഒന്നും എടുത്തില്ല. നോക്കുമ്പോൾ അതിന് 700 രൂപയ്ക്ക് അടുത്തുണ്ട് അതിൻ്റെ വില. അന്നേരം ഞാൻ പിന്നെ അത് 1000-ന് താഴെ ഞാൻ വിചാരിച്ചത്. അങ്ങനെ എനിക്ക് 700 രൂപയുടെ ടോപ്പ് അവൾക്ക് കിട്ടി.
എനിക്ക് അതിന് 300 സംതിങ് ആണോ 400 അത്രയൊക്കെ ഉള്ളൂ അതിന്റെ വില ഞാൻ എനിക്കെടുത്ത ടീഷർട്ടിന്. അപ്പൊ അവരെന്നോട് ചോദിച്ചു പാന്റ് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് പാന്റ് വേണം, പക്ഷെ ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബില്ലടിക്കാൻ എനിക്ക് പിന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഗിഫ്റ്റ് അവളുടെ കയ്യിൽ എങ്ങനെ എത്തിക്കുമെന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ഇടുമായിരുന്നു. അവൾ അറിയുന്നേ ഇല്ല. പക്ഷെ ഉച്ച വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് ഞാൻ അവൾ അറിയാതെ കടയിൽ പോയത് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഓടി ഇറങ്ങി പോവാ, കാരണം എനിക്കൊരു മരിച്ചടക്കുണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മേടിച്ച് വെച്ചിട്ട് പോവുകയാണെങ്കിലേ പിന്നെ മരിച്ചടക്കിന് പോയാൽ നേരെ വേഗം പോകാമെന്ന് വിചാരിച്ച് വേഗം ഇറങ്ങി പോവാം. വേർത്ത് കുളിച്ചു കേട്ടോ. അപ്പൊ അവരെല്ലാം എന്നോട് പോകുന്ന വഴിക്കെല്ലാം എന്നോട് അവർ ചാനലിന്റെ പേരൊക്കെ അറിയുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ അയൽവക്കത്തുള്ള ചേച്ചിയുണ്ട് കടയിൽ. അപ്പൊ ചേച്ചി എപ്പോ ചെന്നാലും പുറകിൽ കാണുന്ന കേട്ടോ. എന്നെ കാണിച്ചേക്കല്ലേന്ന് എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞു എന്നെ കാണിച്ചേക്കരുത്. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുമ്പോ എൻ്റെ അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂലേ, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചിയുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് വേഗം ഇറങ്ങി വന്നു. ബില്ലടിക്കാൻ കൊടുത്തു. അങ്ങനെ ഇത് ബില്ലടിക്കുന്ന സ്ഥലമാട്ടോ. അങ്ങനെ ഞാൻ മേടിച്ച് അങ്ങനെ അവളുടെ വീട്ടിൽ പിറ്റേ ദിവസം ഇന്ന് 17-ാം തീയതി അവളുടെ ബർത്ത്ഡേക്ക് അവൾ എന്നെ വീട്ടിലോട്ട് ക്ഷണിച്ചു. അങ്ങനെ അവൾ തലേദിവസം വൈകിട്ട് വീട്ടിൽ വന്നപ്പം ഇന്ന് കേക്ക് മുറിക്കുന്ന കാര്യമൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഗിഫ്റ്റ് ഇന്നലെ വൈകിട്ട് തന്നെ അവൾക്ക് കൊടുത്തു. അന്നേരമാണ് അവൾ സർപ്രൈസ് ആയിട്ട് കേക്ക് മുറിക്കുന്ന കാര്യം പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ഞാനും കൊച്ചും കൂടെ കേക്ക് മുറിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവളുടെ അയൽവക്കത്തുള്ള അധികം ആരെയൊന്നും വിളിച്ചില്ല, എന്നെയും വിളിച്ചു, മോളെയും വിളിച്ചു, പിന്നെ അവളുടെ അടുത്തുള്ള 2-3 കുഞ്ഞു കുട്ടികളെ വിളിച്ചു, അവളുടെ മകളുടെ കൂട്ടുകാരികളെ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കായിരുന്നു. ഇത് അവളുടെ ഹസ്ബൻഡാ കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ നല്ല സന്തോഷത്തോടെ, ഞാൻ അവൾക്ക് ഇന്ന് കേക്ക് മുറിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് സർപ്രൈസ് ആയിട്ട് അവൾ വെച്ചു. അങ്ങനെ ഇന്നലെ ഇത്